അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കോക്കനട്ട് ബണ്ണ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് 1 കിലോ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി, 500 ഗ്രാം വെച്ചിട്ട് എടുത്താൽ മതി. പിന്നെ എന്തായാലും ഒരു വേവ് മെഷീൻ അത്യാവശ്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനധികം പൈസയൊന്നുമില്ല, 270 രൂപ 300 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അതിൽ 10 കിലോ വരെ നമുക്ക് തൂക്കാം. അപ്പോൾ അത് വാങ്ങിയാൽ പിന്നെ നമുക്ക് വലിയ പാടില്ല. ഈ കപ്പളമൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റായി കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വേവ് മെഷീനാണ് കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ മൈദ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് വേണ്ടത് 1 കിലോ മൈദ, 150 ഗ്രാം ഷുഗർ, 10 ഗ്രാം ഈസ്റ്റും 10 ഗ്രാം സോൾട്ടും, പിന്നെ 50 ഗ്രാം ബട്ടറാണ് ഞാൻ എടുക്കുന്നത്. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്താലും മതി. പിന്നെ 600 ml ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുക്കുന്നത്. അത് പാലില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമായാലും മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈസ്റ്റ് അളന്നെടുക്കുകയാണ് കേട്ടോ. 10 ഗ്രാം ഈസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 എഗ്ഗ് ഉണ്ട്, അത് വേണമെങ്കിൽ എടുത്താൽ മതി. കോഴിമുട്ട ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി. ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണത്. മിൽക്ക് ഞാൻ 600 ml ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിൽക്ക് ചെറിയ ചൂടുള്ള മിൽക്കാണ്. അപ്പം ഞാൻ ആദ്യം മിൽക്ക് ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് 600 ml ആണ് കേട്ടോ. വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് കറക്റ്റ് അളവ് കിട്ടണ ഈ വേവ് മെഷീൻ തന്നെ വേണം. കപ്പളവായാലും എത്രയായാലും കറക്റ്റായിട്ട് കിട്ടില്ല. എങ്ങനെയായാലും ഒരു 5 ഗ്രാം 10 ഗ്രാം തമ്മിൽ വ്യത്യാസം വരും. ഞാൻ അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്തു. ഞാൻ ചെറിയ തരിയുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 150 ഗ്രാം ഷുഗറും ഇത് രണ്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് പഴക്കമുള്ള ഈസ്റ്റ് ആയതുകൊണ്ട് ഞാനിത് പൊങ്ങുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പാലിലേക്ക് ഒഴിച്ചെടുത്തത്. നല്ല പുതിയതാണെങ്കിൽ നമുക്ക് നേരെ ബാറ്ററിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഴക്കാൻ വെക്കാം. ഞാൻ മൈദ സീവ് ചെയ്യാണ്. ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ തന്നെ സീവ് ചെയ്തിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു തടിത്തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ സ്റ്റാൻഡ് മിക്സറിൽ വെക്കുന്നത്, സ്റ്റാൻഡ് മിക്സർ ഓൺ ആക്കുന്നത്. ഇതിലേക്ക് തന്നെ ഞാൻ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 20 മിനിറ്റ് നേരം ഇത് കുഴക്കണുണ്ട്. നമ്മൾ കൈകൊണ്ടാണെങ്കിലും അത്ര നേരം കുഴക്കണം. ഇത് പിന്നെ കൂടുതൽ മാവുള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ഇട്ട് കുഴക്കണത്, അല്ലെങ്കിൽ ഞാൻ കൈകൊണ്ട് കുഴച്ച് കാണിച്ചു തന്നിരുന്നു. പിന്നെ 50 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യണത്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. നന്നായി കുഴക്കണം കേട്ടോ. ഇത് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, ഇങ്ങനെ നീണ്ട് നിൽക്കണുണ്ട് അതിൻ്റെ അതിൻ്റെ ഹുക്കുമ്മൽ. ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത ബൗളിലേക്ക് മാവിനെ ഇട്ട് കൊടുത്തു. മാവ് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവണുണ്ടാവും നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ക്ലീൻ റാപ്പ് ചുറ്റിയിട്ട് 1 മണിക്കൂർ പൊങ്ങാൻ വെച്ചു. പിന്നെ മാവിനെ ഞാൻ ഒന്നും കൂടി താത്തിയിട്ട് പിന്നെ ഞാനൊന്ന് അളന്നെടുക്കുകയാണ് എത്ര മാവുണ്ട് ടോട്ടൽ എന്ന്. 1 മണിക്കൂർ പൊങ്ങാൻ വെച്ചിട്ടുണ്ടാവും ഞാൻ. അടിയിൽ മൈദ ഇട്ടെടുത്തതാണ് മാവ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. 1868 ഗ്രാമാണ്. അപ്പോൾ 1850 ഗ്രാം കൂട്ടിയാൽ മതി നമുക്ക്. എന്നിട്ട് 450 ഗ്രാം വെച്ചിട്ട് ഞാൻ 4 ആക്കി ഡിവൈഡ് ചെയ്തു. 3 നമുക്ക് കൊടുക്കാനുള്ളതാണ്, 1 നമുക്ക് വീട്ടിലേക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ബന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇതിൽ. പിന്നെ ഞാൻ അതിലേക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് അവില്, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടിട്ടുണ്ട്. 1 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി. 3 കളർ ഉണ്ടെങ്കിൽ 3 കളർ കൊടുക്കട്ടെ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ റേസിൻസ് 2 കളർ കൊടുത്തിട്ടുണ്ട്. അതൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂണ് ഏലക്ക പൗഡർ,
ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. ഞാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. നമുക്ക് മോളാണ് കേട്ടോ പരത്തണത്. ഞാൻ അപ്പോഴേക്കും മൈദ അളന്നെടുക്കുകയായിരുന്നു. 450 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു 450 ഗ്രാം എടുത്തിട്ട് അവൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആക്കി. ആ 450 ഗ്രാമിന് ഒരു വലിയ ബോളും പിന്നെ ഒന്ന് ചെറിയ ബോളും. വലിയ ബോൾ നമുക്ക് അടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പന്നിൻ്റെ. പിന്നെ ചെറുത് അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. രണ്ടാമത്തും പരത്തുകയാണ് അവള്. പിന്നെ ഞാൻ 3 എണ്ണം നമുക്ക് കൊടുക്കാനുള്ളതായിരുന്നു. ഒന്നുകൊണ്ട് ഞാൻ 3 ബന്നും പിന്നെ ഒരു ചെറിയ തേങ്ങാ ബന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ മിക്സാക്കി വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി പരത്തി ഞാൻ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ഞാൻ ആ ചെറിയ ബോൾ പരത്തിയില്ല, അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. വെച്ചുകൊടുത്തതിൻ്റെ ശേഷം ഞാനിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്നിങ്ങനെ ചെറുതാക്കിയിട്ട് വക്കിങ്ങനെ മേലക്കാക്കിയിട്ട് തിരിച്ചു കൊടുക്കാം. ഞാനിത് കൈയൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് വേഗം ഒട്ടാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ വിരൽ. എന്നിട്ട് നമുക്കിത് ഈ ട്രേന്ന് നമുക്ക് വേറെ ട്രേയിലേക്ക് കമിഴ്ത്തിയിടണം. ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ ശരിക്കും ഒട്ടിക്കോളും. എന്നിട്ട് പിന്നെ വീണ്ടും ഈ ട്രേക്ക് തന്നെ ഞാൻ ഇട്ടിട്ട് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ വൈറ്റ് എള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വീണ്ടും വെക്കാം. നമുക്ക് ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടാവും. ബേക്ക് ചെയ്യാൻ വെച്ചിട്ടത് പിന്നെ അത് ഞാൻ ബന്നിന് ഫില്ല് ചെയ്യാണ്. ഫില്ല് ചെയ്തതിൻ്റെ ശേഷം 4 ഭാഗം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് മറ്റേതിൻ്റെ പോലെ തന്നെ അടിയിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തു. അപ്പോൾ അതങ്ങ് ശരിക്കും ഫില്ലായി ഗ്യാപ്പില്ലാതെ വന്നോളും. കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടി. അങ്ങനത്തെ ഒരു 3 പിന്നെ ഒരു ചെറിയ 1 ഉണ്ടാക്കി. ഞാൻ വീട്ടിലേക്ക് ഒരു 450 ഗ്രാം എടുത്തതേറ്റ്. പിന്നെ ഇത് രണ്ടാമത്തത് ഫില്ല് ചെയ്തിട്ട് ഞാൻ മടക്കി കൊടുക്കുകയാണ്. കണ്ടോ 3 ബന്നും ഒരു ചെറുതും ബേക്ക് ചെയ്യാൻ വെച്ചതായിരുന്നത്. ഇത് പിന്നെ രണ്ടാമത്തേന് കേട്ടോ. അങ്ങനെ 3 തേങ്ങാ ബന്നും പിന്നെ വീട്ടിലേക്ക് 1 കൊണ്ടുണ്ടാക്കി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.